ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ജെറുസലേമിൽ നിന്ന് 60 സ്ഥാദിയോൺ, ഏകദേശം 17 കിലോമീറ്റർ അകലെയുള്ള എമ്മാവുസിലേക്ക് യാത്ര ചെയ്ത 2 ശിഷ്യന്മാരെ നാം കാണുന്നുണ്ട്. ഈശോ അവരുടെ കൂടെ യാത്ര ചെയ്തിട്ടും അവർക്ക് ഈശോയെ തിരിച്ചറിയാനായിട്ട് ആദ്യം കഴിയുന്നില്ല. പിന്നീട് അവരുടെ ആഗ്രഹം അറിഞ്ഞ് അവരോടൊപ്പം താമസിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് നൽകുമ്പോഴാണ് ഉദിതനായ ക്രിസ്തുവെന്ന് അവർ തിരിച്ചറിയുന്നത്. അതിനെ തുടർന്ന് അവർ പരസ്പരം പറയുന്നുണ്ട്, ഇങ്ങോട്ടുള്ള യാത്രയിൽ ഈശോ കൂടെ ഉണ്ടായിരുന്നപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് വിവരിച്ച് നൽകിയപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചുവെന്ന് അവർ പറയുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ തിരുഹൃദയത്തെ പോലെ ഈശോയെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കുവാനും നമ്മുടെ ഹൃദയം ജ്വലിപ്പിക്കുവാൻ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹം ആഴത്തിൽ വളർത്തുവാനായിട്ട് നമുക്കും കഴിയും. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവം നിങ്ങൾ വിശുദ്ധ ജനമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി സ്വന്തമായിരിക്കുവാനാണ് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് അനന്തമായ സ്നേഹമുള്ള വിശ്വസ്തനായ ദൈവമാണ് അവിടുന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയമാകുകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിനെന്ന്. ഹൃദയപൂർവം നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് ആ ദൈവത്തോടൊപ്പമായിരിക്കുവാനും ആത്മാർത്ഥമായി ഈശോയെ സ്നേഹിക്കുവാനും കഴിയുക. ഞാൻ ഓർക്കുന്ന ഒരു അനുഭവം, 2020 ഡിസംബറിൽ ഉപരിപഠനത്തിന് ശേഷം റോമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടം പതിയെ തീരുന്ന സമയമാണ്. എങ്കിലും അല്പ നിയമങ്ങൾ ദൃഢമായിരുന്ന സമയമാണ്. വീട്ടുകാരോടൊപ്പം വരുന്ന ദിവസം തന്നെ താമസിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. വീടിൻ്റെ മുകളിൽ 2 മുറികൾ പുതുതായി പണിതത് ആശീർവദിച്ചതിന് ശേഷമായതിനാൽ എനിക്ക് വീടിൽ മുകളിലത്തെ നിലയിൽ താമസിക്കുവാൻ സാധിച്ചു. ആ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം മുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പച്ചനും അമ്മച്ചും അനിയനും ഒക്കെ താഴെയാണ് താമസിച്ചിരുന്നത്. ഞാൻ വന്ന ആ ദിവസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ ചെന്നപ്പോൾ അല്പം സങ്കടവും അല്പം ഗൗരവമുള്ളൊരു മുഖമാണ് ഞാൻ കണ്ടത്. ഞാൻ അന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇത്രയും ഗൗരവവും അല്പം സങ്കടത്തോടും കൂടി ഇരിക്കുന്നത് എന്താണ്? പുഞ്ചിരിക്കുന്ന മുഖമാണ് എനിക്കിഷ്ടം. അത് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാനായിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഈശോയുടെ മുമ്പിൽ ചെന്ന സമയത്ത് ഒത്തിരി സന്തോഷമായി. ഹൃദയം കൊണ്ട് ഞാൻ എന്താണോ ഈശോയോട് ചോദിച്ചത് അതുപോലെ പുഞ്ചിരിക്കുന്നൊരു മുഖമാണ് ഞാൻ കണ്ടത്. ഞാൻ വീണ്ടും നോക്കി, ശരിയാണോ? അതെ, ആ മുഖത്തിന് മാറ്റമുണ്ട്. അപ്പച്ചനും അമ്മച്ചും രാവിലത്തെ പ്രഭാത ഭക്ഷണം നൽകുന്നതിന് വേണ്ടി വാതിലിൻ്റെ മുമ്പിൽ വന്ന സമയത്ത് ഞാൻ ഒന്നും പറയാതെ ചോദിച്ചു, ഈശോയുടെ മുഖത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ശരിയാണ്, ഇന്നലെ വരെ കണ്ട മുഖമല്ല, ഇന്ന് ഈശോയുടെ മുഖം പുഞ്ചിരിക്കുന്നൊരു മുഖമായിട്ട് മാറിയിട്ടുണ്ടെന്ന്. ഹൃദയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ, കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമതായിട്ട്, ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളെയും ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നമുക്ക്
പരസ്പരം സ്നേഹിക്കാം. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവനിൽ ദൈവവും ദൈവം അവനിലും വസിക്കുന്നുവെന്ന്. നമ്മുടെ കൂടെയുള്ളവരോട് സ്നേഹത്തിൽ ആഴപ്പെടുവാനും സ്നേഹത്തിൽ ഇടപെടാനും കഴിയുന്നത് ഹൃദയത്തിൽ നിഷ്കളങ്കമായ സ്നേഹം ഉള്ളപ്പോഴാണ്. കഴിഞ്ഞ ദിവസം വായിച്ചൊരു കാര്യം ഓർക്കുകയാണ്. വിവാഹം നടക്കുന്ന ഒരു വേദി, എല്ലാവരും മാന്യമായി വസ്ത്രമൊക്കെ ധരിച്ചു വരുന്നതാണല്ലോ സാധാരണ വിവാഹത്തിന്. പക്ഷെ ആ ദിവസം മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു സഹോദരൻ അവിടെ വരുന്നുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവരോടൊപ്പം തന്നെ അദ്ദേഹവും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം വധൂവരന്മാർക്ക് വിവാഹ ആശംസകൾ നേരുവാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. മുഷിഞ്ഞ വസ്ത്രമാണ് എങ്കിലും അദ്ദേഹം അടുത്ത് ചെന്നപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഇദ്ദേഹം പൈസ എടുക്കുന്നുണ്ട്. മുഷിഞ്ഞ 10 രൂപയുടെ ഒരു നോട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ കവറിലാക്കിയും മറ്റ് സമ്മാനങ്ങളൊക്കെ നൽകുമ്പോൾ ഇദ്ദേഹം ഈ 10 രൂപയുടെ നോട്ട് അവരുടെ മുമ്പിലേക്ക് നീട്ടുന്നുണ്ട്. അല്പം നിറഞ്ഞ കണ്ണുകളോടെ രണ്ടുപേരും അത് സ്വീകരിക്കുന്നുണ്ട്. 2 സന്ദേശങ്ങളാണ് നമുക്ക് കിട്ടുക. ഒന്നാമതായി, ഉള്ളത് പങ്കുവയ്ക്കാനുള്ള സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. രണ്ടാമതായിട്ട്, കുറേ നല്ല സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കി അദ്ദേഹം തന്ന മുഷിഞ്ഞ ആ നോട്ട് സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് അവർക്കുണ്ടായത്. നമ്മളും ആയിരിക്കുന്ന അവസ്ഥയിൽ ആരൊക്കെയാണോ ഹൃദയപൂർവ്വം നമ്മെ സമീപിക്കുന്നത് അവർക്കൊക്കെ നമ്മുടെ നിഷ്കളങ്കമായ സ്നേഹം കൊടുക്കാനായിട്ട് കഴിയണം. ഞാൻ ഓർക്കുന്ന മറ്റൊരു സംഭവം, വരാപ്പുഴ അതിരൂപതയ്ക്ക് വേണ്ടി, ഭാവി വൈദികർക്ക് വേണ്ടിയുള്ള ദൈവവിളി ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ക്യാമ്പിൽ വന്നവരിൽ വൈദികനാകാൻ ആഗ്രഹമുള്ളവർ കുട്ടികളുമായി നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ +1 പഠിക്കുന്ന ഒരു സഹോദരൻ അവൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു വ്യക്തിപരമായിട്ട്. എല്ലാം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ണിന് താഴെയായിട്ടൊരു മുറിപ്പാട് കണ്ടു. ഞാൻ അവനോട് ചോദിച്ചു, മോൻ എന്തു പറ്റി? കണ്ണിൻ്റെ താഴെ ഒരു മുറിപ്പാടുണ്ടല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ 3-4 വയസ്സുള്ള സമയത്ത് ഞാൻ കൂട്ടുകാരുമായി നിൽക്കുകയായിരുന്നു. നോക്കിയപ്പോൾ ദൂരെ നിന്ന് ഒരു പട്ടി ഓടി വരുന്നുണ്ട്. എനിക്കുറപ്പാണ് വന്നു കഴിഞ്ഞാൽ അവൻ കടിക്കും. എൻ്റെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരനെ ഒന്നും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ അവൻ്റെ മേളിലേക്ക് മറിഞ്ഞു വീഴു. അവൻ തെറിച്ചു വീണു. കൃത്യം പട്ടി വന്ന് എൻ്റെ കണ്ണിൻ്റെ താഴെയാണ് കടിച്ചത്. ആ പാടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ ആ മകനോട് പറഞ്ഞു, മോനെ, നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായൊരു സ്നേഹമുണ്ട്. ഭാവിയിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വൈദികനാകുമ്പോൾ നിന്നെ പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വൈദികന് മാത്രമല്ല, സന്യസ്തർക്കും വിവാഹജീവിതം നയിക്കുന്നവർക്കും ആത്മായരായിരിക്കുന്നവർക്കെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അത് നിഷ്കളങ്കമായ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ നാം ആഘോഷിച്ചു. ഇന്ന് നാം ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആ ഹൃദയത്തിൻ്റെ സ്നേഹം എപ്പോഴും കാത്തു സൂക്ഷിക്കുവാനും ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ഈശോയോടുള്ള സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.